കുടജാദ്രി, അക്ഷരപുണ്യത്തിന്റെ അവസാന വാക്ക്. അറിവിന്റെ ലോകത്തെത്താൻ കുറുക്കുവഴികളില്ലെന്നും അതിനവനവൻ തന്നെ കഠിനമായ വഴികളിലൂടെ കടന്നു പോകേണ്ടതുണ്ടെന്നും നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നതാണ് ഇവിടേക്കുള്ള ഈ യാത്ര. മൂകാംബിക ദർശനം പൂർണ്ണമാകണമെങ്കിൽ കുടജാദ്രി മല കയറണം എന്നാണ്. എന്നിട്ടും വളരെ ചുരുക്കം ഭക്തർ എത്തിച്ചേരുന്ന ഒരിടമായി ഇവിടം മാറിയതിൻ്റെയും കാരണം ഒരുപക്ഷെ ഇതൊക്കെയാവാം. സൗപർണികയിൽ മുങ്ങി മൂകാംബികയെ തൊഴുതു കഴിഞ്ഞാലും നമുക്ക് കുടജാദ്രി യാത്ര ബാക്കിയാവുന്നു. പണ്ടുകാലങ്ങളിൽ കാൽനട മാത്രമായിരുന്നു ഇവിടേക്കുള്ള ഏകമാർഗം. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് ജീപ്പുകൾ നമുക്ക് ലഭ്യമാണ്. 8 പേരടങ്ങുന്നതാണ് ഒരു ജീപ്പ് യാത്ര. അതിൽ ആളൊന്നിന് 470 രൂപയാണ് വാടക. അതിൽ 70 രൂപ വനം വകുപ്പിനുള്ളതാണ്. മൺപാതയിലൂടെയുള്ള ഈ ജീപ്പിലെ വനയാത്ര മൂലസ്ഥാനത്തുള്ള ദേവീക്ഷേത്രത്തിൽ അവസാനിക്കുന്നു. ഇവിടം അറിവിന്റെ തമ്പുരാൻ തപമിരുന്ന പീഠം. ദ്വൈതഭാവങ്ങൾ ഏതുമില്ലാതെ പ്രപഞ്ചസാരങ്ങളും തേടി ശങ്കരാചാര്യർ നടന്നെത്തിയത് ഈ തപസ്ഥിലയിലാണ്. ജ്ഞാനത്തിന്റെ പൂർണ്ണദീപം ശങ്കരാചാര്യർ തെളിയിച്ചതും ഈ കൽവിളക്കിലാണ്. സർവജ്ഞാനവ സ്വായത്തമാക്കിയ ഈ പീഠത്തിന് താഴെയുള്ളൂ ഭൂമിയിലെ എല്ലാ ചരാചരങ്ങളും. ഇതിനു മുകളിൽ മനുഷ്യജന്മത്തിന് എത്തിപ്പെടാനാവാത്ത ദൈവതം മാത്രം, ബ്രഹ്മം പരം. കുടജാദ്രി, കുടജം എന്നാൽ കുടകപ്പാല എന്നാണ്. ഒരു ഔഷധ സസ്യം. സമുദ്രനിരപ്പിൽ നിന്നും 7000 അടി ഉയരത്തിൽ ഈ കുടകപ്പാലകൾ പൂത്തുലഞ്ഞാടുന്ന വനവിശുദ്ധിയിൽ കുടജാദ്രി ജ്ഞാനത്തിന്റെ ശിലാസാക്ഷ്യമായി ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ഇവിടെ മേഘങ്ങൾ നമ്മൾക്കു കീഴിലാണ്. സദാ മൂടി വരുന്ന നനത്ത മഞ്ഞിൽ ഇടയ്ക്കിടെ പെയ്യുന്ന നൂൽമഴ, ഇടതടവില്ലാതെ ചൂളം കുത്തുന്ന തപോഭൂമിയിലെ ശീതക്കാറ്റ്, കോടിപുണ്യവുമായി ഒഴുകി വരുന്ന നീർച്ചാലുകൾ, ഇവ ഔഷധ സസ്യങ്ങളെ തഴുകി നമ്മുടെ അരികിലെത്തുമ്പോൾ ഔഷധ കൂട്ടുകളാകുന്നു. ഇങ്ങനെ പോകുന്നു കുടജാദ്രിയിലെ പുണ്യങ്ങൾ, അവിടുത്തെ കാഴ്ചകൾ. ഇനി ഇവിടുന്ന് സർവജ്ഞപീഠത്തിലേക്ക് കാൽനടയാത്രയാണ്. അതിന് 2 രീതിയാവാം. ഒന്ന്, ജീപ്പ് ഡ്രൈവർ നമുക്ക് നൽകുന്ന 1.5 മണിക്കൂർ സമയത്തിനകം ഓടിപ്പോയി സർവജ്ഞപീഠം കണ്ട് വിശ്രമമേതുമില്ലാതെ തിരിച്ചു പോകാം. ഇനി മറ്റൊന്ന്, അത് കുറച്ചുകൂടി മികച്ച തീരുമാനം. സർവജ്ഞപീഠം കണ്ടതിനു ശേഷം മൂലസ്ഥാനത്തുള്ള കർണാടക സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസിലോ അല്ലെങ്കിൽ ക്ഷേത്രപൂജാരികൾ പാരമ്പര്യമായി നടത്തുന്ന വീടുകളിലോ നമുക്ക് തങ്ങി പിറ്റേന്ന് സമയമെടുത്ത് സാവധാനമുള്ള എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ചുള്ള ഒരു മലയിറക്കം. സൂര്യോദയ കാഴ്ചയോടുകൂടിയാണ് ഇവിടെ പുതിയ തീരം ആരംഭിക്കുന്നത്. ആ കാഴ്ച വാക്കുകളാൽ വർണ്ണിക്കാവുന്നതിലും അപ്പുറമാണ്. നമ്മുടെ കയ്യെത്തും ദൂരത്ത് മൂകാംബികാദേവിയുടെ കുങ്കുമപ്പൊട്ടുപോലെ ഉയർന്നു വരുന്ന ആ പ്രഭാത സൂര്യൻ, മലയിടുക്കുകളിലെ മൂടൽ മഞ്ഞിനെയും വകഞ്ഞു മാറ്റി വരുന്ന ഒരു സ്വർണപ്രഭ. പുലർക്കാല കാഴ്ചകൾ ആവോളം കണ്ട് സർവജ്ഞപീഠത്തിലേക്കുള്ള പദയാത്ര നമുക്ക് തുടങ്ങാം. സന്യാസപാതയിലൂടെ 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. ജ്ഞാനപീഠം എന്തെന്നറിയണമെങ്കിൽ കഠിനമായ യാത്ര തന്നെ വേണ്ടിവരുമെന്ന് ഈ നടത്തം നമ്മെ ഓർമ്മിപ്പിക്കും. ഈ യാത്രാമധ്യേ നടപ്പാതയുടെ വലതുഭാഗത്ത് താഴോട്ടിറങ്ങിയാൽ കാണുന്നതാണ് ഗണപതി ഗുഹ. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് ഗുഹമാർഗം തന്നെ നമ്മുടെ ചിത്രമൂലയിലേക്ക് പോകാം. തിരിച്ചുകയറ്റമാണ് വീണ്ടും പാടുള്ളത്. എന്നിരുന്നാലും ക്ഷീണിച്ചുള്ള ഓരോ നിൽപ്പിലും ഒരു ഔഷധക്കാറ്റായി വന്ന് പ്രകൃതി നമുക്ക് ഊർജം തരും. ഇത് ഈ കുടജാദ്രി മലയുടെ മാത്രം പ്രത്യേകതയാണ്. പക്ഷേ കഠിനമായ കയറ്റങ്ങൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അറിവിന്റെ പീഠമെത്താൻ കുറുക്കുവഴികളില്ലെന്ന് ഈ യാത്ര നമ്മളെ ഓരോരുത്തരെയും ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കും. പതുപതുത്ത നമ്മുടെ ജീവിത സുഖത്തിൽ നിന്നും കൽച്ചീളുകൾ നിറഞ്ഞ ഈ വെട്ടുവഴിയിലൂടെ കിതപ്പോടെ കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു തിരിച്ചറിവാണ് ഓരോ തുള്ളി വെള്ളത്തിൻ്റെയും വില. അങ്ങനെ ഈ വിയർക്കുന്ന ശരീരവും ഒപ്പം വരണ്ട തൊണ്ടയുമായി പിന്തിരിഞ്ഞു പോകാൻ പോലും ആവാതെ നിൽക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായതയിൽ നമ്മളിൽ ഇല്ലാതാവുന്ന ഒന്നുണ്ട്, ഞാൻ എന്ന ഭാവം. അത് കൈവിടുമ്പോൾ ഈ മലമടക്കുകൾ വരെ തലകുനിച്ചു തരും നമുക്ക്. ഒപ്പം സഞ്ജീവനിയുടെ സുഗന്ധക്കാറ്റ് നമ്മളെ തലോടും.
അത് നമുക്കൊരു പുതു ആയുസ് തരും. നമ്മുടെ അറിവിനും അപ്പുറമാണ് ഇനി അറിയേണ്ടത് എന്ന തിരിച്ചറിവാണ് ഈ വനപാതയിലെ ഓരോ കയറ്റവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മുടെ അഹംബോധം തീരെയില്ലാതായി ജ്ഞാനത്തിൻ്റെ അകംപുറം നിറഞ്ഞ പാഠപുസ്തകം തുറക്കപ്പെടുന്നു. ഇവിടെ ഓരോ കയറ്റത്തിനും അപ്പുറമുള്ള നിരന്ന പ്രദേശത്തുള്ള നമ്മുടെ നിൽപ്പ് പ്രകൃതിയോട് ചേർന്നാണ്. ഇത്രയും കയറി വന്ന ദൈന്യതയെ എല്ലാം ഇവിടുത്തെ കാറ്റിൻ്റെ ഒരു തലോടലിൽ നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയാവും. ഇനി കയറ്റങ്ങളില്ല, കൽപ്പടവുകളാണ്. അറിവ് തേടിയുള്ള എല്ലാവരുടെയും എല്ലാ അന്വേഷണങ്ങളും വന്നെത്തുന്നത് ഇവിടെയാണ്, കുടജാദ്രിയിലെ ഈ കരിങ്കൽ പീഠത്തിൽ. കാലമേൽപ്പിച്ച ചില അവിശേഷിപ്പുമായി ഈ ശങ്കരപീഠം ജ്ഞാനത്തിൻ്റെ സ്മാരക ശില്പമായി ഇന്നും നിലകൊള്ളുന്നു. അങ്ങനെ ആകാശത്തിൻ്റെ തൊട്ടു താഴെയുള്ള നിശബ്ദതയിൽ, മഞ്ഞ് അരിച്ചിറങ്ങുന്ന കുടജാദ്രിയിലെ നിറവിശുദ്ധിയിൽ, പവിത്രമായ ഈ ശങ്കരപീഠത്തിൻ്റെ കൽപ്പടയിൽ ഒരു നിമിഷം മിഴിപൂട്ടിയിരിക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ഒരു തിരിച്ചറിവുണ്ട്. പൂർണ്ണമായ ജ്ഞാനത്തിലാണ് ശാന്തിയുടെ പ്രണവാക്ഷരം തുടങ്ങുന്നത് എന്നത്. ആചാര്യപാദങ്ങളെ വന്ദിച്ച് മഞ്ഞിറങ്ങിത്തുടങ്ങിയ ഈ മലയിറങ്ങുമ്പോൾ സർവജ്ഞപീഠം തേടിയുള്ള നമ്മുടെ യാത്ര പൂർണ്ണമാകുന്നു. കൽപ്പടവുകൾ പിന്നിട്ട് സർവജ്ഞപീഠം ഇറങ്ങുമ്പോൾ പിന്തിരിഞ്ഞു നോക്കരുതത്രേ, പക്ഷേ മനസ്സ് പിന്നിലേക്ക് എത്തി നോക്കും. ഇനി കുടജാദ്രി യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ശാന്തസ്വരൂപിണിയായ ഉമാദേവി, രൗദ്രഭാവത്തിലുള്ള ദേവി, കാലഭൈരവൻ എന്നിവരുടെ ക്ഷേത്രങ്ങളുണ്ട് കുടജാദ്രിയിൽ. ഇവിടെയൊക്കെ ദർശനം നടത്തി വേണം നമ്മൾ മല കയറാൻ. സർവജ്ഞപീഠത്തിലേക്ക് 2 വഴികളാണ്. ഇടതുവശത്തൂടെയുള്ളത് താരതമ്യേന ദൂരവും കയറ്റവും കുറഞ്ഞതാണ്. ഈ വഴിയിലൂടെ കയറി മടക്കയാത്ര ഗണപതി ഗുഹയിൽ നിന്നും അഗസ്ത്യകൂടം വഴിയാക്കാം. ഇതാണ് സൗകര്യം. അഗസ്ത്യ തീർത്ഥത്തിലെ സ്നാനം ഇവിടെ പ്രധാനമാണ്. സർവജ്ഞപീഠത്തിനു പടിഞ്ഞാറ് മല കുത്തനെ ഇറങ്ങി 1/2 കിലോമീറ്റർ പിന്നിട്ടാൽ ഒട്ടേറെ മഹർഷികൾ തപസ്സു ചെയ്ത ചിത്രമൂല ഗുഹയിലെത്താം. അല്പം സാഹസികം തന്നെയാണ് ഇവിടേക്കുള്ള യാത്ര. പക്ഷേ ഇന്ന് അവിടേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് ഞങ്ങളുടെ യാത്രയിൽ അറിയാൻ കഴിഞ്ഞത്. മൂകാംബിക സന്ദർശിച്ച് ഒരു തവണയെങ്കിലും ദേവിയെ വണങ്ങിയവരാണ് നമ്മളിൽ എല്ലാവരും, മിക്കവരും. എന്നാൽ അതിൽ പലരുടെയും കുടജാദ്രി യാത്ര ഇന്നും ബാക്കിയാണ്. നമ്മുടെ മൂകാംബിക യാത്രയിൽ, അടുത്ത യാത്രയിൽ എങ്കിലും ഈ കുടജാദ്രി യാത്ര പൂർണ്ണമാവട്ടെ. ഇതുപോലെ മറ്റൊരു ക്ഷേത്രവും കാഴ്ചകളും യാത്രാവിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.